ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു AK ട്രാവൽ ലോഗ്. എല്ലാവർക്കും നല്ലൊരു ഞായറാഴ്ച ദിവസം ആശംസിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് ചെറിയൊരു യാത്ര പോവുകയാണ്. വേറെ അങ്ങോട്ടുമല്ല, നമുക്ക് ഇവിടെ അടുത്ത് തന്നെ നമുക്കിന്ന് വെള്ളായണി കായലിൻ്റെ വിശേഷങ്ങൾ നമുക്കിന്ന് പങ്കുവയ്ക്കാം. കായലൊക്കെ ഒന്ന് കാണാം. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നടുക്ക് റോഡും രണ്ട് സൈഡും കായലാണ്. അപ്പോൾ അത് ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും, വീഡിയോയിലൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും ഒരു വെറൈറ്റി എന്തെങ്കിലും നമുക്കിന്ന് അവിടെ കിട്ടുമോ എന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇനി കണ്ടിട്ടില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കാണട്ടെ. നമ്മുടെ നാടിൻ്റെ ഭംഗിയെല്ലാം കാണാത്തവരൊക്കെ കണ്ട് ആസ്വദിക്കട്ടെ. അപ്പോൾ പോകുന്ന പല റൂട്ടുണ്ട് പോകുന്നതിന്. നമ്മളിപ്പോൾ പോകുന്നതെന്ന് വെച്ചാൽ നെയ്യാറ്റിൻകരയിൽ നിന്ന് നേരെ ബാലരാമപുരം, അവിടെ നിന്ന് ലെഫ്റ്റ് ഉച്ചക്കട ജംഗ്ഷനിന് മുമ്പ് വലത്തോട്ട് സിസിലിപുരം റോട്ടിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് ഒരു കുളം ഒന്ന് കൊണ്ട് കാണാൻ, മാർത്താണ്ഡം കുളം എന്നാണ് പറയുന്നത്. പണ്ടത്തെ രാജാവ് മാർത്താണ്ഡ വർമ്മ ഉണ്ടാക്കിയ കുളമെന്ന് ആണ് അതിനെ പറയുന്നത്. നമുക്ക് എന്തായാലും ആ കുളമൊക്കെ ഒന്ന് കണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ആ കുളത്തിൻ്റെ അവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിങ്ങനെയാണ്. പറഞ്ഞു, മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് അദ്ദേഹത്തെ വധിക്കുന്നതിന് വേണ്ടി 8 വീട്ടിൽ പിള്ളമാര് കച്ചകെട്ടി ഇറങ്ങിയിരുന്നു. പക്ഷേ വേലുത്തമ്പിയുടെ കാലത്ത് അദ്ദേഹത്തെ കൊല്ലാൻ പറ്റിയില്ല. അദ്ദേഹം അതിന് പ്രതികാരം ചെയ്തു. കാര്യം, ഇവരെ ഓരോരുത്തരേറ്റ് പിടിച്ച് അവരുടെ തറവാടുകളെല്ലാം കുളം തോണ്ടി അതിൽ ഉൾപ്പെട്ട ഒരു കുളമാണിത്. ഈ വെങ്ങാനൂർ പിള്ള എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. വേലുത്തമ്പിക്കെതിരായിട്ട്, മാർത്താണ്ഡനെതിരായിട്ട് പ്രവർത്തിച്ച ഒരു കക്ഷിയാണ്. വെങ്ങാനൂർ തമ്പിയുടെ കുടുംബ വീട് ഇരുന്ന സ്ഥലമാണ് ഈ കുളമായിട്ട് കാണുന്നത്. അത് മാർത്താണ്ഡനാണ് ഈ കുളം തോണ്ടിയത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ കുളം ഒന്ന് നേരിട്ട് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ആ കുളം. ഇതായിരുന്നു പണ്ട് ഒരു കുടുംബ വീടായിരുന്നത്. അതിനെയാണ് മാർത്താണ്ഡ വർമ്മ കുളം തോണ്ടി എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതാണ് ആ കുളം. നിറച്ച് പായലൊക്കെ പിടിച്ച് കിടപ്പുണ്ട്. പിന്നെ സൈഡെല്ലാം മഴ പെയ്ത് പുല്ലൊക്കെ കയറി. അപ്പോൾ ഇതാണ് ആ കുളം. എന്നാൽ പിന്നെ നമുക്കിനി നേരെ വെള്ളായണിയിലോട്ട് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ സിസിലിപുരം വെങ്ങാനൂർ ചാവടി എന്ന് പറയുന്ന ജംഗ്ഷനിലെത്തി. നമുക്കിനി ഇവിടെ നിന്ന് റൈറ്റിലേക്കാണ് പോവേണ്ടത്. നമ്മളിനി റൈറ്റിലേക്ക് തിരിഞ്ഞു. ഇവിടുന്ന് ഒരു 1.5-2 കിലോമീറ്റർ പോയി അടുത്ത് ചെറിയൊരു ജംഗ്ഷൻ ഉണ്ട്. അവിടെ നിന്ന് പുല്ലാനിമുക്ക് ജംഗ്ഷൻ, അവിടെ നിന്ന് നമുക്ക് ലെഫ്റ്റിലോട്ടാണ് പോവേണ്ടത്. അപ്പോൾ നമ്മൾ പുല്ലാനിമുക്ക് എന്ന ജംഗ്ഷനിലെത്തി. ഇതൊരു ചെറിയ ജംഗ്ഷനാണ്. നമുക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ് വേണം പോകാൻ. ഇവിടെ ഒരു തേങ്ങ കടയൊക്കെ ഉണ്ട്. മനു ഓയിൽ മിൽ. നല്ല ഫ്രഷ് തേങ്ങ എണ്ണയൊക്കെ കിട്ടും. പക്ഷെ ഭയങ്കര വിലയാണ് തേങ്ങ എണ്ണയ്ക്ക്. ആ ഒരു പ്രയാസമേ ഉള്ളൂ. ഇവിടെ റോഡ് അത്ര ഒരു നല്ല സ്ഥിതിയിലല്ലെന്ന് തോന്നുന്നു. ഇപ്പം മോശമാണ്. ഫ്രണ്ട്സ്, ഇവിടെ ഒരു ബോർഡുണ്ട്. വവ്വാമൂല നേരെ, പനങ്ങോട് ലെഫ്റ്റ്, തെറ്റിവിള റൈറ്റ്. നമുക്ക് നേരെയാണ് പോവേണ്ടത്. നമുക്ക് വവ്വാമൂല ചെന്നിട്ട് അതുവഴി പോകാം. ഫ്രണ്ട്സ്, നമ്മളിങ്ങനെ റോഡ് വഴി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ നമ്മൾ വെങ്ങാനൂർ റോഡെന്നാണ് പറയുന്നത്. ഈ റോഡ് നേരെ വെങ്ങാനൂർ ചെന്ന് കയറും. ഇവിടെ നിന്നൊരു 1.5 കിലോമീറ്റർ കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് റൈറ്റിലേക്കാണ് പോകേണ്ടത്. റോഡ് വലിയ കുഴപ്പമില്ല, എന്നാലും നല്ല സ്പീഡിലൊന്നും പോകാൻ പറ്റില്ല. ഒന്ന് പിടിച്ചേ പോകാൻ പറ്റൂ. ചെറിയ റോഡ് കൂടെയാണ്. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സ്, നമ്മളിവിടെ
ലൊക്കേഷൻ ഏതാണ്ട് എത്താറായി. ഇവിടെ ഇപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് എങ്ങനെയാണ് തിരക്ക് കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ. കാരണം 2 വശമുണ്ട്. ഇതിൻ്റെ വേറൊരു വശം ഇതിൻ്റെ വലതു ഭാഗത്തായിട്ടാണ്. അവിടെയും ഇതുപോലെയാണ്. 2 സൈഡും കായലും നടുക്ക് റോഡുമാണ്. ഇതാണ് ആ ലൊക്കേഷൻ. ഒരുപാട് പേര് ഇവിടെ വൈകുന്നേരങ്ങളിൽ വന്നിരുന്ന് റിലാക്സ് ചെയ്യാൻ വരാൻ ചൂണ്ടയിടുന്ന ടീമുകളുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും വണ്ടിയൊക്കെ ഒന്ന് ഒതുക്കി ഇട്ടിട്ട് ഇതിൻ്റെ വീഡിയോസും കാര്യങ്ങളിലോട്ടൊക്കെ വരാം. ഇത് ചെറിയൊരു റിഫ്രഷ്മെന്റ് ഏരിയയും കൂടെയാണ്. ഈ കാണുന്നത് കായലാണ്. കുറച്ചൊന്ന് ഇത് കിടക്കുന്നത് പായൽ പിടിച്ച് കിടക്കുകയാണ് ഈ സൈഡൊക്കെ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ സൈഡ് ഇതും ഒന്ന് രണ്ടുപേരുന്ന് ചൂണ്ടയിടുകയാണ്. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും വണ്ടിയൊക്കെ ഒന്ന് ഒതുക്കി ഇതിൻ്റെ കാഴ്ചകൾ കാണാൻ വേണ്ടി വരാം. ഫ്രണ്ട്സ്, നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ആ കായലിൻ്റെ ഭംഗി ആസ്വദിക്കുന്നതിന് വേണ്ടി വെളിയിലൊക്കെ ഇറങ്ങി. ഇവിടെ ഒരു ബോർഡുണ്ട്, കേരള വനം വകുപ്പ് സാമൂഹിക വനവൽക്കരണ വിഭാഗം തിരുവനന്തപുരം മുന്നറിയിപ്പ്. വിവിധ ഇനം ദേശാടന പക്ഷികളുടെ ആവാസ വ്യവസ്ഥയായ തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. പക്ഷികൾ കീടനിയന്ത്രണം, പരാഗണം, വിത്തുവിതരണം, എലി നിയന്ത്രണം, പരിസ്ഥിതി സന്തുലിതാവസ്ഥ നിലനിർത്തുക എന്നിവയിൽ സുപ്രധാന പങ്ക് വഹിക്കുന്നു. പക്ഷികളെ 1972 വന്യജീവി സംരക്ഷണ നിയമത്തിലെ വിവിധ ഷെഡ്യൂളുകളിൽ ഉൾപ്പെടുത്തി സംരക്ഷിച്ചു പോരുന്നു. പക്ഷികളെ വേട്ടയാടുകയോ കൊല്ലുകയോ കൂടുകളും മുട്ടകളും നശിപ്പിക്കുകയോ ചെയ്യുന്നത് 1972 വന്യജീവി സംരക്ഷണ നിയമപ്രകാരം കുറ്റകരവും ശിക്ഷാർഹവുമാണ്. സോഷ്യൽ ഫോറസ്ട്രി റേഞ്ച്, തിരുവനന്തപുരം. അപ്പം അങ്ങനെ ഒരു ബോർഡ് ഇവിടെ കണ്ടു. ഇവിടെ ഒരു വള്ളമൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് പഴയ വെള്ളമാണ്. വേണമെങ്കിൽ നമുക്ക് കയറി ഒക്കെ പോകാം. പണ്ട് ഇവിടെ ബോട്ട് സർവീസൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ കായലിൻ്റെ അതിമനോഹരമായ ഒരു കാഴ്ചയാണ്. പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. നല്ലൊരു വൈബുമാണ്. സൂര്യനൊക്കെ അസ്തമിച്ചു. ഇതാണ് നമ്മുടെ ബണ്ട് റോഡിൻ്റെ വ്യൂ. ഒരുപാട് ആളുകളൊക്കെ വരുന്നുണ്ട്. കുറേ പേര് വന്നവരൊക്കെ പോയി. ഇനിയും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഇരിക്കാനൊക്കെ പ്രത്യേകം ഇതുപോലെ കുറച്ച് കൊച്ചു ബെഞ്ചുകളൊക്കെ ഉണ്ട്. അപ്പം നമുക്കിവിടെ ഇരിക്കാം, ഇരുന്ന് കായലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കാം. നല്ല തണലുള്ള മരങ്ങളുമുണ്ട്. തണൽ മരങ്ങളൊക്കെ ഒരുപാട്. ഇവിടെ എല്ലാം പായലൊക്കെ പിടിച്ച് കിടക്കുകയാണ് കായലിൻ്റെ ഒരു സൈഡ്. നല്ലൊരു അന്തരീക്ഷം, നല്ല കാം ആൻഡ് ക്വയറ്റ്, നല്ല തണുത്ത കാറ്റുണ്ട്. എന്തായാലും ഇവിടെ വന്നിരുന്ന് നമുക്ക് വൈകുന്നേരങ്ങളിൽ കുറച്ച് സമയമൊക്കെ ചിലവഴിക്കാൻ പറ്റും. കാരണം ഒരുപാട് പേര് ഇവിടെ ഇരിപ്പുണ്ട്. ഈ സൈഡുകളിലൊക്കെ ഇരിപ്പുണ്ട്, ബെഞ്ചുകളിലൊക്കെ. നമുക്കത് കാണാം.
ഇവിടെ ചെറിയൊരു മരമൊക്കെ നട്ട് പിടിപ്പിച്ചിരിക്കുകയാണ്. അതിനൊക്കെ വൈകുന്നേരമൊക്കെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാഴ്ചയും നമുക്ക് കാണാം. ഫ്രണ്ട്സ്, ഇത് കായലിലുള്ളൊരു കാഴ്ചയാണ്. നിറച്ച് കൂത്താടികളുണ്ട്. കായലിൻ്റെ മുകളിൽ കൂടെ ഒരു വിമാനം വരികയാണ്. ടേക്ക് ഓഫ് ആയതെന്നാണ് തോന്നുന്നത് ശംഖുമുഖത്തുനിന്ന്. അതെ, ടേക്ക് ഓഫ് ആയതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ വവ്വാമൂലയും കോളിയൂർ മെയിൻ റോഡ് തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ബണ്ട് റോഡ്. ഈ കായലിനെ പറയുന്നത് വവ്വാമൂല കായലെന്നാണ്. ഇനി വെള്ളായണി കായലെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നേരെ ആ റൈറ്റ് സൈഡിൽ അങ്ങ് അപ്പുറമാണ്. ഇപ്പം ഞാൻ ക്യാമറ കാണിക്കുന്നതിൻ്റെ ആ സൈഡായിട്ടാണ്. അത് വേണമെങ്കിൽ ഞാനൊന്ന് സൂം ചെയ്ത് കാണിക്കാം. അവിടെ ഒരു ഫ്ലൈ ഓവറിൻ്റെ പണി നടക്കുന്നതാണല്ലോ, അവിടെയാണ്. അവിടെ നമുക്കിതാ ഇപ്പം അങ്ങോട്ട് പോകുന്നതാണ് നമ്മൾ. അപ്പോൾ അതാണ് അതിൻ്റെ അവിടെയും നിറച്ച് ആളുകളുണ്ട്. അപ്പോൾ അതും ഒരു ബണ്ട് റോഡാണ്. അപ്പോൾ അതിനെയാണ് വെള്ളായണി കായലെന്ന് പറയുന്നത്. അത് ഇതുപോലെ ബണ്ട് റോഡാണ്, രണ്ട് സൈഡ് കായലും നടുക്ക് റോഡും. അപ്പോൾ അതും ഈ റോഡും ഏതാണ്ട് ഒരു 50 വർഷം മുൻപ് നിർമ്മിച്ചതാണെന്നാണ് ഇവിടെ ഒരാളെടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ എന്തായാലും അതെന്ന് പറഞ്ഞാൽ വെങ്ങാനൂരും കോളിയൂർ ഇതിൻ്റെ പാരലലായിട്ട് തന്നെയാണ് ആ റോഡും വരുന്നത്. ഈ റോഡ് നേരെ ചെന്ന് കയറുന്ന പുന്നമൂട്, ആ റോഡ് നേരെ ചെന്ന് കയറുന്നത് പുല്ലാനിമുക്ക് എന്ന് പറയുന്ന ജംഗ്ഷനാണ്. അതായത് പള്ളിച്ചൽ റോഡുമായിട്ട് അത് കണക്ഷൻ വരും. ഈ റോഡും നമ്മൾ വന്ന റോഡാണ്. ഈ റോഡും അവിടെ വന്ന് കയറി ലെഫ്റ്റ് എടുത്താൽ പള്ളിച്ചലുമായിട്ട് കണക്റ്റ് ആവും. അപ്പം ഇപ്പോൾ നേരത്തെ കാണിച്ച ആ ഒരു ഫ്ലൈ ഓവറിൻ്റെ പണി നടക്കുന്ന റോഡ് അതും നേരെ ചെന്നാൽ പള്ളിച്ചലുമായിട്ട് കണക്റ്റ് ആവും. അപ്പോൾ അതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഇരുട്ടി തുടങ്ങി, സൺസെറ്റൊക്കെ ആവാറായി. നമുക്ക് എന്തായാലും ഇനി ആ ഭാഗത്തേക്ക് പോവാം. അവിടുത്തെ ഫ്ലൈ ഓവറിൻ്റെ പണിയൊക്കെ ഒന്ന് കാണാം. അപ്പോൾ അങ്ങോട്ട് പോയേക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നിൽക്കുന്ന ഇത് വെള്ളായണി കായലിൻ്റെ തീരമാണ്. ഇവിടെ പണ്ടൊരു ബണ്ട് റോഡ് ഉണ്ടായിരുന്നു, പക്ഷേ അതിപ്പോൾ ഇവിടെ ഫ്ലൈ ഓവറിൻ്റെ പണി നടക്കുകയാണ്. ഈ താഴെ കൂടെ ഈ ബൈക്കൊക്കെ പോകുന്ന സ്ഥലമായിരുന്നു പണ്ട് ബണ്ട് റോഡ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് സൈഡും കായലും നടുക്ക് റോഡും. അവിടെ ഇവിടെയും പലരും വന്നതാ ചൂണ്ടയൊക്കെ ഇടുന്നുണ്ട്. നല്ല ആമ്പൽ താമര കുളങ്ങളുമുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഈ ഫ്ലൈ ഓവർ വരാൻ കാരണം എന്തെന്ന് വെച്ചാൽ മഴ പെയ്യുന്ന സമയത്ത് വെള്ളം റോഡ് കവിഞ്ഞ് അങ്ങ് നിറഞ്ഞു കിടക്കും. അപ്പോൾ റോഡ് ഏതാ കായൽ ഏതാണെന്നൊന്നും അറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവരിപ്പോൾ ഈ ഒരു ഫ്ലൈ ഓവർ പോലെ ചെറിയൊരു പാലം പോലെ പണിയുന്നത്. നമുക്ക് സൺസെറ്റിൻ്റെ സമയമാവുന്നു, സൂര്യനൊക്കെ പോയി തുടങ്ങി. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അവിടം വരെ പോയിട്ട് വരാം. വള്ളത്തിലിരുന്നൊക്കെ പലരും ചൂണ്ടയിടുന്നുണ്ട്. നല്ല താമര കുളം. ഇവിടെ ഒരുപാട് പേര് നിന്ന് ചൂണ്ടയിടുകയാണ്. പയ്യന്മാരും ചേച്ചിമാരും ചേട്ടന്മാരും എല്ലാവരും.
ഇവിടെ പണി നടക്കുന്നതുകൊണ്ട് ഇവിടെ മാക്സിമം 2 വീലേഴ്സും ഓട്ടോറിക്ഷ അങ്ങനെ 3 വീലേഴ്സ് മാത്രമേ പോവുള്ളൂ. ഇത് പണ്ടേ ഉള്ള വാട്ടർ അതോറിറ്റിയുടെ പമ്പ് ഹൗസാണ്. വെങ്ങാനൂർ വിഴിഞ്ഞം പമ്പ് ഹൗസ്. ജീവനാണ് ജലം. അപ്പോൾ അതാണ് അതിൻ്റെ മോട്ടറും കാര്യങ്ങളൊക്കെ. ഇവിടെ ഒരു പമ്പ് ഓപ്പറേറ്റർ ഉണ്ട്. അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്കെന്തായാലും ഇപ്പോൾ ഫ്രണ്ട്സ് ദൂരെ ഒരാളിങ്ങനെ വഞ്ചി തുഴഞ്ഞ് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതിമനോഹരമായ ഒരു കാഴ്ച. ഇതൊക്കെ ഇപ്പോൾ റെയറർ ദാൻ റെയറസ്റ്റ് ആണ് നമ്മളെ നാട്ടിൽ, പ്രത്യേകിച്ച് ട്രിവാൻഡ്രത്ത്. മുകളിൽ കൂടെ ഒരു പരുന്തിങ്ങനെ വട്ടമിട്ട് പറക്കുകയാണ്. ആ പുള്ളിക്കാരന് മീൻ പിടിക്കുകയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. മീൻ പിടിക്കുകയാണ് പുള്ളി. എന്തായാലും നമുക്ക് പോയേക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിങ്ങനെ കായലിൻ്റെ കാഴ്ചകൾ, പിന്നെ കായലിൽ ചൂണ്ടയിടുന്ന കാഴ്ചകളൊക്കെ കണ്ടു. അപ്പോൾ നമുക്കിനി തിരിച്ചു പോയേക്കാം. പോകുന്ന വഴിക്കാണ് നമ്മുടെ വെള്ളായണി അഗ്രികൾച്ചറൽ കോളേജ്, അതിൻ്റെ മെയിൻ ഗേറ്റ് അവിടെയാണ്. അപ്പോൾ നമുക്ക് പോകുന്ന വഴി അതും കൂടെ ഒന്ന് കാണാം. അതും കൂടെ കണ്ടിട്ട് നമുക്കങ്ങ് പോയേക്കാം. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ ഇതെല്ലാം ഈ ഒരു കാർഷിക കോളേജിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഏരിയയാണ്. ഈ മതിൽക്കെട്ടെല്ലാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ വെള്ളായണി അഗ്രികൾച്ചർ കോളേജിൻ്റെ മെയിൻ ഗേറ്റിലെത്തി. അപ്പോൾ ഇതാണ് നമ്മുടെ കോളേജിൻ്റെ ഗേറ്റിൻ്റെ മെയിൻ കവാടം എന്ന് പറയുന്നത്. ഇതാണ് മെയിൻ ഗേറ്റ്. ഡയമണ്ട് ജൂബിലി 2015 ഈ ഗേറ്റ് നിർമ്മിച്ചത്. അലുമിനി ഗേറ്റ് വേ, കോളേജ് ഓഫ് അഗ്രികൾച്ചർ വെള്ളായണി. അപ്പോൾ ഓക്കെ, നമുക്കെന്നാ പോയേക്കാം. ഫ്രണ്ട്സ്, ഇതാണ് പൂങ്കുളം ജംഗ്ഷൻ. ഇവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞ് പോയാൽ നമുക്ക് നേരെ ട്രിവാൻഡ്രം പോവാം. ലെഫ്റ്റിലോട്ട് പോയാൽ വെങ്ങാനൂർ. ഇപ്പോൾ നമ്മൾ വന്ന വഴിയെന്ന് പറഞ്ഞാൽ വെള്ളായണി കാർഷിക കോളേജ്, വെള്ളായണി കായൽ, ആ ഒരു റൂട്ടാണ്. നമ്മൾ ഇതുവഴിയാണ് അങ്ങോട്ട് പോയത്. ഇവിടെ ചെറിയൊരു ടൗണാണ്. ഒരു പെട്രോൾ പമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം കടകളും ബേക്കറി, ചായക്കടകൾ, തുണിക്കടകളൊക്കെ ഉണ്ട്. അതൊരു മെയിൻ ജംഗ്ഷനാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് കോളിയൂർ എന്ന് പറയുന്ന ജംഗ്ഷൻ. ചെറിയൊരു ജംഗ്ഷനാണ്. കുറച്ച് കടകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ജംഗ്ഷൻ. ഈ കോളിയൂർ റോഡും വെങ്ങാനൂർ റോഡും കൂടെ തമ്മിൽ ബന്ധിപ്പിക്കാനാണ് കായലിൻ്റെ നടുക്കൂടെ ഈ ഒരു ബണ്ട് റോഡ് പണ്ട് നിർമ്മിച്ചത്. കാരണം അവർക്ക് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടുപോകാൻ, പണ്ട് കാലത്ത് സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനും ഈസി ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടാണ് ആ ഒരു ബണ്ട് റോഡ് നിർമ്മിച്ചിട്ടുള്ളത്. ഫ്രണ്ട്സ്, നമ്മളിന്ന് വെള്ളായണി കായലും ബണ്ട് റോഡും അതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു. അപ്പം നേരം
ഇരുട്ടി തുടങ്ങി, സൂര്യനൊക്കെ മറഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ കൊതുകിൻ്റെ ശല്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പതുക്കെ അവിടുന്ന് യാത്ര തിരിച്ചു. അപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള ചെറിയ നല്ല മനോഹരമായ സ്പോട്ടുകൾ നമ്മൾ ഇനിയും വീഡിയോ ചെയ്ത് ഇടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ നിർത്താം. എന്തായാലും ഇനിയിപ്പോൾ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു തിങ്കളാഴ്ച ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് നൈറ്റ്.